ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകോ നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകോ നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാം മാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തെ ആസ്പദമാക്കി ഒരു ചെറിയ കഥയോടുകൂടി ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാക്യപ്രകാരമാണ്: നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുമ്പോൾ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നും മാതാപിതാക്കളെ എങ്ങനെ കരുതണമെന്നും ഒക്കെയുള്ള ചിന്ത എല്ലാ മക്കൾക്കും ഉണ്ടാകണം. മക്കൾ പലപ്പോൾ പറയാറുണ്ട്, അവരുടെ കടമയാണല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ അവരുടെ കടമ മറന്ന് ആണ് പല കാര്യങ്ങളും അവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ഒരു കഥ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യുവാവ് ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അവനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ യുവാവ് പാസ്സായി, അതും വളരെ നിസ്സാരമായിട്ട്. അനന്തരം കമ്പനിയിലെ ഡയറക്ടർ യുവാവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിപ്പിച്ചു. അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കണ്ട് ഡയറക്ടർ പുളകം കൊണ്ടു. എന്നിട്ട് ചോദിച്ചു, നീ ഇത്രയൊക്കെ പഠിച്ചുവല്ലോ, സ്കൂളിൽ നിന്ന് നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ? യുവാവ് പറഞ്ഞില്ല സർ. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു, ഇത്ര ഭീമമായ തുക ഫീസ് കൊടുക്കുവാൻ എങ്ങനെ സാധിച്ചു? അപ്പോൾ അവൻ മറുപടി പറഞ്ഞത്, എൻ്റെ പിതാവ് എനിക്കൊരു വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയതും എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് എന്താണ് ജോലി? അപ്പോൾ യുവാവ് പറഞ്ഞ്, എൻ്റെ അമ്മ മറ്റുള്ളവരുടെ തുണികളൊക്കെ കഴുകി കാശ് സമ്പാദിച്ചു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നിൻ്റെ കൈ എന്നെ ഒന്ന് കാണിക്കാമോ? അവൻ കൈ കാണിച്ചു. വളരെ മൃദുലമായ കരങ്ങൾ. നീ നിൻ്റെ അമ്മയെ തുണി കഴുകുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? മറുപടിയായി അവൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പഠിക്കണമെന്ന് താല്പര്യമായിരുന്നു അമ്മയുടേത്, അതിനാൽ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല. ഡയറക്ടർ പറഞ്ഞു, ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ ഒരു കാര്യം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതായത് നീ നിൻ്റെ അമ്മയുടെ കൈകൾ കഴുകി കൊടുത്തിട്ട് നാളെ ഇവിടേക്ക് വരുവാൻ പറഞ്ഞു. യുവാവിന് ജോലി ഉറപ്പായി എന്ന് അവൻ ചിന്തിച്ചിട്ട് ഭവനത്തിലേക്ക് പോയി. എന്നിട്ട് യുവാവ് ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് പറ്റിയത്? അമ്മയുടെ കൈകൾ കഴുകിയിട്ട് നാളെ ജോലിക്ക് ചെല്ലുവാൻ എന്നോട് പറഞ്ഞു. അമ്മയ്ക്ക് ആശ്ചര്യം തോന്നി. അവളുടെ കണ്ണുകൾ തുളുമ്പുവാൻ തുടങ്ങി. എന്നിട്ട് മകൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുത്തു. യുവാവ് അമ്മയുടെ ഇരു കൈകളും കഴുകി തുടച്ചു. അപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കൂടെ ചാടി. അവൻ ആദ്യമായിട്ടാണ് മാതാവിൻ്റെ കൈകൾ ചുളുങ്ങിയിരിക്കുന്നതും കയ്യിൽ ജോലി ചെയ്ത് തഴമ്പ് പിടിച്ചിരിക്കുന്നതും കണ്ടത്. വർഷങ്ങൾ തുണികൾ കഴിയതിൻ്റെ ഉത്തരമാണ് അവളുടെ കയ്യിലെ മുറിവുകളും തഴമ്പും ചുളുക്കുമല്ല. മാത്രമല്ല, തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട തുകകൾ കണ്ടെത്താൻ സഹായമായത് അമ്മയുടെ കഠിനാധ്വാനമാണെന്ന് യുവാവിന് തിരിച്ചറിഞ്ഞു. അന്ന് രാത്രിയിൽ ബാക്കിയുണ്ടായിരുന്ന തുണികളെല്ലാം യുവാവ് തന്നെ കഴുകി. അമ്മയും മകനും കൂടി വളരെ സമയം ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണം, എങ്കിൽ എത്രത്തോളം ത്യാഗമനോഭാവവും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് മകനെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത പ്രഭാതം യുവാവ് കമ്പനിയിലേക്ക് പോയി. എന്നിട്ട് ഡയറക്ടറെ പോയി കണ്ടു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീർ കണ്ടിട്ട് ചോദിച്ചു, ഇന്നലെ നീ വീട്ടിൽ ചെന്ന് എന്താണ് പഠിച്ചത്?
അവനൊരു ദീർഘശ്വാസം എടുത്ത ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ കൈകൾ തുടച്ചു മാത്രമല്ല ബാക്കിയുണ്ടായിരുന്ന തുണികളെല്ലാം ഞാൻ കഴുകി. അപ്പോൾ എനിക്ക് മനസ്സിലായി അഭിനന്ദനങ്ങൾ എന്നാൽ എന്താണെന്ന്. എൻ്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലെത്തിച്ചേരുവാൻ സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി കഠിനാധ്വാനത്താൽ മാത്രമേ ജീവിതം എന്തെങ്കിലും ആയിത്തീരുകയുള്ളൂ എന്ന്. ഡയറക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഈ കമ്പനിയിലേക്ക് എനിക്ക് ആവശ്യം. മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തിൻ്റെ വില നീ ഇപ്പോൾ മനസ്സിലാക്കി. പണം കൊണ്ട് മാത്രമല്ല ജീവിതം കെട്ടിപ്പൊക്കുന്നതെന്ന് നീ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ആയാൽ നിന്നെ ഞാൻ ജോലിക്ക് എടുത്തിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ജീവിതം എന്ന് പറയുന്നത് ഒരു തമാശയല്ല. അതിന് നാം വലിയ വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ തലമുറകൾക്ക് മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ അവർ എങ്ങനെ കഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത ഇല്ല. പല കുഞ്ഞുങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് മാതാപിതാക്കളുടെ കടപ്പാടാണ് മക്കളെ വളർത്തേണ്ടത്. എന്നാൽ മക്കളുടെ കടപ്പാട് ആണ് മാതാപിതാക്കളെ തങ്ങളുടെ വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചിന്ത അവർ അപ്പാടെ മറന്നു പോകുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ അനേക വൃദ്ധസാധനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ മാതാപിതാക്കൾ അവരുടെ കഷ്ടങ്ങൾ അറിയാതെ വളർത്തിയത് മൂലം ആണ് മക്കൾ അവർ പഠിച്ച് ഉന്നത നിലയിലെത്തുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്നത്. അവരെ ഗുണദോഷിക്കുവാൻ ഇതുപോലുള്ള കമ്പനി ഡയറക്ടർമാർ ഉയർന്നു വരട്ടെ എന്ന് ആശ്വസിക്കുന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ എങ്ങനെ ആയിത്തീരണമെന്ന് വളരെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, തലമുറകൾ മാതാപിതാക്കളെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും അവരെ ആദരിപ്പാനും അവർക്ക് വേണ്ടി കരുതുവാൻ നിൽക്കണം. അങ്ങനെ ഒരു കരം അവർക്കുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാതാപിതാക്കളുടെ ജീവിതാന്ത്യം വളരെ സന്തോഷകരമായിരിക്കും, സമാധാനപരമായിരിക്കും, അനുഗ്രഹപ്രദമായിരിക്കും. ആയാൽ ഈ ചെറിയ ചിന്തയാൽ നമ്മളേവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതം ധന്യമാക്കുന്നത് എപ്പോൾ എന്നുള്ള ആ വലിയ ചോദ്യത്തിന് മുൻപാകെ നമുക്കൊരോരുത്തർക്കുമായിരിക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.